ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോലിക്ക് പോവുകയാണ്. നമ്മുടെ വെക്കേഷൻ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇനി സ്കൂൾ തുറന്നിട്ട് ആഴ്ചയിൽ 2 ദിവസമാക്കും ക്ലാസ്സൊക്കെ. കുട്ടികളെയൊക്കെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. 1.5 മാസത്തോളമായില്ലേ അവർ ആഴ്ചയിൽ. നമ്മുടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെസ്റ്റേണിൻ്റെയും ക്ലാസിക്കലിൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുട്ടികളെയൊക്കെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, വെക്കേഷൻ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ലാസ്റ്റ് ഡേ ആണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ശങ്കരേട്ടൻ എന്താ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോഴും ശരിയായിട്ടില്ല, അതുകൊണ്ട് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ പോയിട്ട് കാണാം. അങ്ങനെ ഞാനിവിടെ ക്ലാസ്സിൻ്റെ അവിടെ എത്തി. താഴെ കടകളൊന്നും തുറന്നിട്ടില്ല. സുരേഷ് ചേട്ടൻ മാത്രമേ തുറന്നിട്ടുള്ളൂ. പ്രീതേച്ചിയുടെ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ, കാരണം അത്ര നേരത്തെയാണ് ഞാൻ വന്നേക്കണേ. അങ്ങനെ ക്ലാസ്സിൻ്റെ അവിടെ എത്തി. ക്ലാസ് തുറന്നു. ശങ്കരേട്ടൻ കാലത്ത് കുളിച്ചിട്ട് പണിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ നമ്മൾ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ ആ വിളക്ക് കത്തിച്ച് വെച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ ക്ലാസ്സിൽ കയറി ലൈറ്റൊക്കെ ഓൺ ചെയ്തു. എൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് വീണ്ടും എന്ത് പണി കിട്ടിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അത് ഒട്ടും ക്ലിയർ അല്ല. ഞാൻ ബസ്സിൽ വരുമ്പോൾ എടുത്ത വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിനെന്തോ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. പൗച്ചാണ് ഗിഫ്റ്റ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിലെന്താ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. പൗച്ചിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. പൗച്ച് മാത്രമല്ല, നമ്മളൊരു ട്രോഫിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഡാൻസിൻ്റെ കുട്ടികളിൽ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു ട്രോഫി കൊടുക്കണമെന്ന് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രോഫി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെസ്റ്റേണും ക്ലാസിക്കലിനും ഫ്ലിപ്പിനുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മാനസ്വി എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കലിൻ്റെ ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ നഴ്സറിയിലാണ് പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ലേറ്റും പെൻസിലാണ് സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള കുട്ടികൾക്ക് പൗച്ച്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ 2 പാന ഉണ്ടായിരുന്നു, പിന്നെ ഒരു കിക്കേറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു മധുരം എന്നുള്ള നിലയ്ക്ക് ഒരു കിക്കേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കട്ടർ ഉണ്ടായിരുന്നു, റബ്ബർ ഉണ്ടായിരുന്നു, ഒരു സ്കെയില്, പിന്നെ 2 പെൻസില്, അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബലൂൺ ഉണ്ടായിരുന്നു, ഒരു സ്മൈലിയുടെ ഒരു ബലൂണും ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിലെ കളറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾക്ക് അവർക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഭയങ്കര സന്തോഷമല്ല ഉണ്ടാവുക. അവർക്ക് ഇന്നത് വേണം എന്നുള്ളതല്ല. നമ്മളിപ്പോൾ വലിയവരാണെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗിഫ്റ്റിന് അതിൻ്റേതായ ഒരു മൂല്യം ഉണ്ടെന്നാണല്ലോ പറയുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഞാനത് എടുത്തിട്ട് അത് അതേപോലെ എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനത് ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ എടുത്തിട്ട് ഇനി അതേപോലെ അത് തന്നെ അടച്ച് വെക്കണം. പിന്നെ ടീച്ചേഴ്സ് വരുമ്പോൾ വേണം അതൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ കുട്ടികൾ വരുന്നതിന് മുന്നേ ഞാൻ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പൊളിച്ച് നോക്കിയതാട്ടോ. ഞാൻ വന്ന ഉടനെ ചെയ്ത പരിപാടി അതാണ്. നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, എന്താവും ഏതാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് നോക്കിയത്. ഇനി അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം. ഇനി കുട്ടികൾ വരുമ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേണം അവർക്കത് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 7:45 9 മണിക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. പക്ഷേ ഞാൻ ബസ്സിലായ കാരണം ഇനിയിപ്പോൾ ബസ് കിട്ടാൻ പിന്നെ കുറച്ചുകൂടി നേരം വൈകി കഴിഞ്ഞാൽ ജോലിക്കാരുടെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ചിലപ്പോൾ ചവിട്ടും ഇടിയും കുത്തൊക്കെ കിട്ടേണ്ടി വരും. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകുന്നതാണ്. അതാകുമ്പോൾ ബസ്സിൽ തിരക്കുണ്ടാവില്ല. ഇവിടെ വന്ന് സമാധാനം പോലെ പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചൊന്ന് കുറച്ച് ക്ലീൻ ചെയ്യാണ്ട്, പിന്നെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്, അതിൽ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. ഇനി കുട്ടികളൊക്കെ വന്നിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ വന്നിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മാനസ്വി കുട്ടി വന്നേ, ഹായ് പറയൂ. ഹായ് ഹായ്. ചായ കുടിച്ചോ? ഇല്ലേ? എന്താ കഴിച്ചെന്ന്? ദോശയാണോ ഇഡ്ഡലിയാണോ? എന്താ കഴിച്ച്? എന്താ അറിയോ?
എന്താ കഴിച്ചു? ജ്യൂസാണോ? അവൾ ആലോചിക്കുക എന്താ കഴിച്ചതെന്ന് പറയാൻ കിട്ടണില്ലേ അവൾക്ക്. പുട്ടാണോ മനസ്സി? പുട്ടാണോ കഴിച്ചേ? ഇഡ്ഡലിയാണോ ദോശയാണോ പുട്ടാണോ? എന്താ കഴിച്ചു? ഒന്നും കഴിച്ചില്ലേ? കഴിച്ചുവോ? വെരി ഗുഡ്. അങ്ങനെ ക്ലാസിക്കലിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. മാനസവിക്കുട്ടി പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ടീച്ചറോട് പറഞ്ഞത് അവൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു ടീച്ചറുടെ കയ്യിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോൾ ടീച്ചർ അത് നോക്കുന്നുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലേറ്റും പെൻസിലാണ്, സ്കൂളൊക്കെ തുറക്കല്ലേ എന്ന്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നേരം അവൾ എന്നെ വിളിക്കാൻ നേരത്ത് അവൾ താഴെ പോയിട്ട് ടീച്ചറുടെ ഫോൺ തന്നെയാണ് കേട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു നിൽക്കുക, അവൾ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന്. കാരണം എന്താ വെച്ചാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫോൺ വന്നപ്പോൾ ടീച്ചർ അവളുടെ അടുത്താണ് പറഞ്ഞത് ആ ഫോണൊന്ന് പോയിട്ട് എടുത്ത് കൊണ്ടുവരുമോ കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോൺ എടുത്ത് കൊണ്ടുപോയിട്ട് ടീച്ചർക്ക് കൊടുത്തായിരുന്നു. പക്ഷേ ടീച്ചർ തിരിച്ച് പറയാതെ തന്നെ അവൾ ആ ഫോൺ എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അത് അവൾ സ്വയമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അവൾ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഒന്നും പറയാൻ പോയില്ല. മൂപ്പരാൾ ഫോണൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ടീച്ചറുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഗിഫ്റ്റൊക്കെ മേടിക്കുന്ന ഗുഡ് ഗേളാണ് കേട്ടോ മാനസ്വി. അങ്ങനെ അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവളെ ചേട്ടൻ വന്നിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ മാള് വന്നു. അപ്പോൾ മാളുവിനായിട്ട് ഞാൻ വെറുതെ ചുമ്മാ ഇരുന്ന് തല്ലുകൂടാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായ കാരണം കൊണ്ട് അവരൊക്കെ ആയിട്ട് ചുമ്മാ അങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇവയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങി. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വെസ്റ്റേണിൻ്റെ ക്ലാസ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഇതിൽ കുറവുണ്ട്. അവൾ വെക്കേഷൻ ക്ലാസ്സിൻ്റെ പകുതി ആയപ്പോൾ തന്നെ ട്യൂഷൻ ഉണ്ട്, സ്കൂളിൽ ട്യൂഷൻ തുടങ്ങിയായിരുന്നു സ്കൂൾ പഠിപ്പിൻ്റെ. അപ്പോൾ അവർ ട്യൂഷന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസ് നിർത്തിയതാണ്. ഇനി സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നത്തെ വ്ളോഗിൽ കണ്ട പോലെ തന്നെ ലാസ്റ്റ് ഡേ ക്ലാസ്സാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എന്തോരം പെർഫോമൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റയ്ക്കായിട്ട് തന്നെ നിർത്തിയിട്ട് കളിപ്പിച്ച് നോക്കുമായിരുന്നു. അവർ അവിടുന്ന് പഠിച്ചതും അതല്ലാതെ അവരോട് ഫ്രീ ആയിട്ട് കളിക്കാൻ പറഞ്ഞു. അതായത് ഇവിടുന്ന് പഠിപ്പിച്ചത് തന്നെ അല്ലാതെ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ കളിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരൊറ്റയ്ക്ക് കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ലാസ്സിലൊരു കുഞ്ഞു ഉണ്ണി വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻറ്റിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയാറായി. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവൻ്റെ അടുത്ത് ക്യാമറ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ. അത് ഞാൻ കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അവർക്കും ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം അവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊന്നും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു എന്താ ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു മാസം ഒരാൾക്ക് അടുത്ത മാസം എനിക്ക് വാങ്ങാൻ എല്ലാവർക്കും മറ്റേ ഈ കുഞ്ഞുങ്ങൾ അതുപോലെ ഒരിക്കലും ഒരിക്കലില്ല നന്നായ വയ്ക്കണം. മത്സരം കാണാം, പക്ഷെ സ്നേഹം വേണം. എല്ലാവരും നന്നായി വയ്ക്കുന്നത് നോക്കുമ്പോൾ ഇവർ നമ്മുടെ സ്റ്റുഡൻറ്റ് ശരിയാണ്. താങ്ക് യു പറയാം.
അങ്ങനെ പ്രാക്ടീസ് ചെയ്യണട്ടാ. ചെല്ലു കൊടുത്തതിന് ഞാൻ പറയാം, അറ്റൻഡൻസ്, ക്ലാസ്സിലെ ഡിസിപ്ലിൻ പറഞ്ഞാൽ അവിടെ അവരുടെ കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ള കൊടുക്കുക. ഇനി ഓരോരുത്തരും ഞങ്ങൾ നോട്ട് ചെയ്ത് തുടങ്ങി അടുത്ത ക്ലാസ് മുതൽ. ഈ ക്ലാസ് മുതൽ എല്ലാവരും ആദ്യമൊക്കെ ഞങ്ങൾ പറയുമ്പോൾ എത്രത്തോളം ശ്രദ്ധയില്ല, എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ ഇപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ ഓരോരുത്തർ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഞങ്ങൾ നിങ്ങളോടൊന്നും പറയില്ല, ഞാൻ പറയില്ല, ഒരു ചേച്ചി പറയില്ല, ടീച്ചർ പറയില്ല. നിങ്ങൾ വരിക, ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് നമ്മൾ ഇഷലിനെ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരുടെ അടുത്തും ടീച്ചേഴ്സ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ഇനി ബാക്കിയുള്ളവരും ട്രോഫി മേടിക്കണം, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ബായൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികളെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കാണാൻ കിട്ടുള്ളൂ, 2 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ ഇനി. അപ്പോൾ എല്ലാവരും ബായൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇഷലിൻ്റെ ചേട്ടനും മാത്രം അവിടെ നിന്നു. അവരുടെ ഉമ്മ എന്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോയിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ഓരോ വിശേഷങ്ങൾ ചോദിക്കട്ടെ. സ്കൂൾ തുറന്നു കഴിഞ്ഞ് എനിക്ക് സന്തോഷമായോ, ഗിഫ്റ്റ് കിട്ടിയത്, ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞ് സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ ഡാൻസൊക്കെ കളിക്കുമോ, പിന്നെ എന്താ ഗിഫ്റ്റ് കിട്ടിയത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളതൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്, എനിക്കും കാണിച്ചു തന്നു. എന്നിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ അവരൊക്കെ പോയി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫ്ലിപ്പിൻ്റെ ക്ലാസ് തുടങ്ങേണ്ട സമയമായി. അപ്പം ചാനലിൻ്റെ പേര് പറയില്ലേ ഇവള്? അയ്യോ, ഇവിടെ ചാനലിൻ്റെ പേര് മാറ്റില്ല. എന്നാ അദ്വൈത് പറയും, അദ്വൈത് പറയും. ആ നിന്നു ആ. ഇത് സ്വിച്ച് കൂട്ടാനുള്ളതാണ്, ഓവർ സ്വിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിക്കുമ്പോൾ സിമ്പിളായിരിക്കും. ഇതിന് വേദന കഴിച്ചാൽ പിന്നെ സാധാരണ ഒരു വേദന ഉണ്ടാവില്ല. ഇതിൽ ഇങ്ങനെ കട്ട കൂട്ടി വെക്കാൻ പറ്റും. അതിന് മുകളിൽ കട്ട വയ്ക്കും, പിന്നെ കട്ട വയ്ക്കുമ്പോൾ തെഞ്ഞു വിടും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ എന്താ പറയുക, വിദ്യാലയം സർവ്വതാൽ പ്രാധാന്യം എന്ന് പറയുന്നത്. വിദ്യാലയം നമ്മളെ സ്കൂൾ പഠിപ്പാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പ്. അത് നമ്മൾ എന്തായാലും പഠിപ്പിക്കുക. അതിൻ്റെ കൂടെയാണ് അതിൻ്റെയൊക്കെ സെക്കൻഡ് ആയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെയാണ് നമ്മുടെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എക്സസൈസ് എന്താ പറയുക, ഒരു മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, നമുക്ക് എന്തൊക്കെ സ്വത്ത് മുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീരം സാധാരണ നമ്മൾ കൊണ്ടുപോലെ സൂക്ഷിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതുവരെ വെക്കേഷൻ ക്ലാസ് നമ്മൾ പരമാവധി നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നത്തോടുകൂടി നമ്മുടെ വെക്കേഷൻ ക്ലാസ് അവസാനിച്ചു. ഇനി തിങ്കളാഴ്ച മുതൽ അധ്യയനം തുടങ്ങാണ്. നിങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് നേരത്തെ നീക്കണം, നന്നായി പഠിക്കണം, പിള്ളേരെല്ലാവരും നന്നായി പഠിക്കണം. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ അതേപോലെ അതിൻ്റെ ഇരട്ടി ഇൻട്രസ്റ്റ് വേണം നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ. നമ്മൾ കൃത്യമായിട്ട് അന്ന് നിൽക്കുന്ന വിഷയങ്ങൾ നന്നായി പഠിച്ചിട്ട് എല്ലാവരും പഠിപ്പുകളിൽ വിജയിക്കണം. എല്ലാവരും വലിയ വലിയ എന്താ പറയുക ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കച്ച ഡാൻസ് അക്കാദമിയിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാനും എല്ലാത്തിനും ഒരു ഭാഗ്യമുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഈ കച്ച ഡാൻസ് കമ്പനി നമ്മുടെ ഈ എന്താ പറയുക വെക്കേഷൻ ക്ലാസ് കഴിഞ്ഞോട്ട് പിന്നെ എന്തായാലും ക്ലാസ് തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, രണ്ടുപേരും സന്തോഷത്തോടുകൂടി വരണം. വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. ബൈ, അടുത്ത ആഴ്ച കാണാം കേട്ടോ. Bye bye.
അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് എനിക്ക് എൻ്റെ കണ്ണാട മാറ്റാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണാടയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോകുമ്പോൾ മേടിക്കണം. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഐബൈ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. നല്ല സെലക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നല്ല വില കുറവുണ്ട് കേട്ടോ ഫ്രെയിമിനൊക്കെ. അപ്പോൾ എനിക്ക് ഫ്രെയിമും ഗ്ലാസ്സും മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഉച്ചയ്ക്ക് പോയി കൊടുത്തതാണ്. അപ്പോൾ ഉച്ച തിരിയുമ്പോഴത്തേന് അവരെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണ് പരിശോധനയൊക്കെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അവിടെ കണ്ണാട മേടിക്കുമ്പോൾ ലെൻസ് ഫ്രീ ഉണ്ട്. ജൂൺ 15 വരെയൊക്കെ ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ഗായ്സ്.